അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 9ാം ക്ലാസ്സിലെ തസ്കിയ 5ാമത്തെ പാഠത്തിൻ്റെ ഖുറാസയാണ് നമ്മൾ വായിക്കുന്നത്. ഇദൻ യജ്സിയകല്ലാഹു ബിഹിൽ ജന്ന, എന്നാൽ അന്നേരം നിനക്ക് അള്ളാഹു സ്വർഗം കൂലി തരും. നഖറഉ, വായിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. വായിച്ചു നോക്കുകയാണ് കേട്ടോ. വായിക്കുക എന്ന് പറഞ്ഞാൽ തമാശക്കൊരു വായനയല്ല. ഇതിൽ ആദ്യത്തതൊക്കെ മാളിയായ ഫെയിലാണ്, രണ്ടാമത്തെ അതിൻ്റെ മുളാരിയാണ്, മൂന്നാമത്തത് മസ്തറാണ്. ഞാൻ സർവ്വസാധാരണ പറയും പോലെ ഓരോന്ന് വായിക്കുമ്പോഴും അതിൻ്റെ മുളാരി എങ്ങനെ, മസ്തർ എങ്ങനെ, മാളി എങ്ങനെയെന്ന് നമ്മളെ മനസ്സിൽ നമ്മൾ നോട്ട് ചെയ്യണം. അഖറള യുഖ്രിളു ഇഖ്റാളുൻ, കടം കൊടുത്തു, കടം കൊടുക്കും, കടം കൊടുക്കൽ. ലഅഫ യുളാഇഫു മുളാഅഫതൻ, ഇരട്ടിപ്പിച്ചു, ഇരട്ടിപ്പിക്കും, ഇരട്ടിപ്പിക്കൽ. ഇസ്തഖറള യസ്തഖ്രിളു ഇസ്തിഖ്റാളുൻ, കടം ചോദിച്ചു, കടം ചോദിക്കും, കടം ചോദിക്കുന്നു, ചോദിക്കൽ. ളമിന യളുമനു ളമാനുൻ, ഉത്തരവാദിയായി, ഏറ്റെടുത്തു, ഉത്തരവാദിയാകും, ഉത്തരവാദിയാകൽ. നാവല യുനാവിലു മുനാവലത്ത്, നൽകി, നൽകും, നൽകൽ. നാദ യുനാദി മുനാദാത്തുൻ, വിളിച്ചു പറഞ്ഞു, വിളിച്ചു പറയും, വിളിച്ചു പറയൽ. ജസ യജ്സി ജസാഉൻ, കൂലി നൽകി, കൂലി നൽകും, കൂലി നൽകൽ. അഫ്ള ഇഫ്ളി ഇഫ്ളാഉൻ, കൂട്ടി, കൂട്ടും, കൂട്ടൽ. ഇഫ്ളാ ഇല്ലേ, വ്യാപിച്ചതൊക്കെ പറഞ്ഞ അവിടെ വിശാലൊക്കെ. നക്തുബു കമാ ഫിൽ മിസാലി, ഇത് 9ാം ക്ലാസ്സുകാർക്കുള്ള ഖുറാസ് തന്നെയാണ് അല്ലേ. ഈ എങ്ങനെയാണോ ഇവിടെ ഉള്ളത് അതേപോലെ അങ്ങോട്ട് എഴുതുക. നക്തുബു, നമ്മൾ എഴുതുന്നു, കമാഫിൽ മിസാലി, മാറ്റൊന്നും വരുത്താൻ പറഞ്ഞിട്ടില്ല. ആ ഉള്ളത് പോലെ താഴത്തേക്ക് എഴുതുക. അബുദ്ദഹ്ദാഹി റളിയല്ലാഹു അൻഹു ലം യബ്ഖൽ ബിമാലിഹി, അബുദ്ദഹ്ദാഹ് തൻ്റെ സമ്പത്ത് കൊണ്ട് പിശുക്ക് കാണിച്ചില്ല. ആ വാക്ക് അങ്ങനെ തന്നെ എഴുതുക. 2 ത്വാലൽ ഖിയാമു അലൽ ബൂലീസി വലമ്മ ഇജ്ലിസ്, പോലീസിൻ്റെ അടുത്ത് കുറേ നേരം നിന്നു, പക്ഷേ ഇരുന്നില്ല. അതങ്ങനെ തന്നെ എഴുതുക. ഞോ ലിയുഖ്രിളു കുല്ലു മുഅ്മിനിൻ റബ്ബഹു ഖർളൻ ഹസന, ഓരോ വിശ്വാസിയും പടച്ച റബ്ബിന് നല്ല കടം കൊടുക്കട്ടെ. ലാ തഗ്തബ് അഹദൻ മിനൽ മുസ്ലിമീൻ, ഒരു മുസ്ലിമിനെയും നീ പരദൂഷണം പറയരുത്. അതും അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതുക. ഇനി അർത്ഥം ഇതാനാ. ഹദീഖ, തോട്ടം. സാഫില, താഴ്ന്ന. ആലിയ, ഉയർന്ന. മഈഷ, ജീവിതോപാധി. ഇയാലുൻ, കുടുംബം. ഹായിത്തുൻ, തോട്ടം. നഖ്ല, ഈത്തപ്പന. അദ്ഖുൻ, കുല. റിദാഹുൻ, വലിയ. ഫയ്യാഹുൻ, വിശാലമാണ്, വിശാലം. ഇനി നക്തശിഫു സിയാഖ്, നക്തശിഫു സിയാഖാണ്, സന്ദർഭം വ്യക്താക്കാനാണ്. എന്താണത്? ഈ വാക്കുകൾ ആരാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത് എന്നപ്പോൾ കിട്ടുന്നത്. ഇന്നല്ലാഹ യസ്തഖ്രിളുനാ വഹുവ ഗനിയ്യുൻ അനിൽ ഖർളി, തീർച്ചയായും അള്ളാഹു നമ്മോട് കടം ചോദിക്കുന്നു, അവനാകട്ടെ കടം ആവശ്യപ്പെടാത്ത വിധം ധനികനുമാണ്. ഇതാരാണ് ഈ പറഞ്ഞത്? എൻ്റെ ആൻസർ, ചോദ്യം അറബിയിലല്ലേ, അപ്പോൾ അറബിയിൽ തന്നെ പറയാ. ഖാലഹ അബു ദഹ്ദാഹി റളിയല്ലാഹു അൻഹു ലമാ നസലത്ത് ആയത്തുൽ ഇഖ്തിറാളി,
മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ തഅജ്ജുബൻ വതസാഉലൻ മിൻ അന്നല്ലാഹൽ ഗനിയ്യ യസ്തഖ്രിദു ഇബാദഹു. ഞാൻ അർത്ഥം വേണ്ടോലുണ്ടോ? ഉസ്താദേ എനിക്ക് അറബി മലയാളം മതി. ഓർക്ക് ഇതാക്കണം കളർ വെച്ചത്. അള്ളാഹുവിൻ്റെ ഈ വചനം ഇറങ്ങിയപ്പോൾ അബൂദഹ്ദാഹ് പറഞ്ഞതാണ് ഇത്. അള്ളാഹു സർവ ധനികനായിരിക്കെ തൻ്റെ ദാസന്മാരോട് കടം ചോദിക്കുന്നതിൽ അദ്ദേഹം അത്ഭുതപ്പെടുകയും ചോദിക്കുകയും ചെയ്തതായിരുന്നു ഇത്. അപ്പോൾ ഈ ആയത്ത് എന്നുള്ളത് ഞാൻ അറബി നിങ്ങൾ എടുക്കണം കേട്ടോ. രണ്ടാമത്തത് ഫനാവിൽ നീ യദക, അങ്ങയുടെ കൈ ഇങ്ങോട്ട് തരൂ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പിടിക്കൂ. നമ്മൾ കറാർ ചെയ്യാൻ വേണ്ടിയിട്ട് കൈയൊടിക്കുക. ഒരു വാക്ക് പറഞ്ഞിങ്ങാണ്ട് നമ്മൾ തീരുമാനിക്കുമ്പോൾ എന്നാൽ കൈയൊടിച്ചുറപ്പിച്ചു അല്ലേ. ഖാലഹ, ഈ വാക്ക് ഫനാവിൽ നീ യദക, അങ്ങയുടെ കൈ എനിക്ക് തരൂ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അങ്ങ് പിടിക്കൂ. ഈ വാക്കുണ്ടായ സന്ദർഭം ഇത് ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു? ഖാലഹ അബൂദഹ്ദാഹി ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുബായിഅഹു അലാ തസ്ലീമി ഹദീഖതൈഹി സദഖതൻ വഖറളൻ ലില്ലാഹി തആല. തൻ്റെ 2 തോട്ടങ്ങളും അള്ളാഹുവിന് വേണ്ടി ദാനം കൊടുക്കുകയും ദാനമായും കടമായും നൽകിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി അബൂദഹ്ദാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണിത്. നബിയെ കൈയ്യണേരി ആ കൈ കൊടുക്കാൻ വേണ്ടി പ്രതിജ്ഞയ്ക്ക് വേണ്ടി കൈ ചോദിച്ചതാണ്. ഇജഅൽ ഇഹ്ദാഹുമാ ലില്ലാഹി വഉഖ്റാ ദഅഹാ മഈശത്തൻ ലക വലിഇയാലിക. മലയാളം അതിൻ്റെ അർത്ഥം എന്താ? അവയിൽ ഒരെണ്ണം അള്ളാഹുവിനായി മാറ്റിവെക്കുക, മറ്റ് നിനക്കും നിന്റെ കുടുംബത്തിനും ജീവിക്കാനുള്ളതായി വിട്ടേക്കുക. ഈ വാക്കുണ്ട സന്ദർഭം. ഖാലഹൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലഹൻ നബിയ്യു മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅബിദ്ദഹ്ദാഹി നസീഹത്തൻ ലഹു ബിഅൻ യുബ്ഖിയ ഇഹ്ദാ ഹദീഖതൈഹി ലിഖൂത്തി ഇയാലിഹി. തൻ്റെ കുടുംബത്തിൻ്റെ ഭക്ഷണത്തിനാവശ്യമായ ഒരു തോട്ടം ബാക്കി വെക്കാൻ ഉപദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദഹ്ദാഹിനോട് പറഞ്ഞതാണിത്. നിങ്ങൾക്ക് ഏത് എഴുതാം. ഞാൻ വലുതാക്കിയത് അറബിയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അറബിയിലെ ചോദ്യങ്ങൾക്ക് അറബിയിൽ ആൻസർ പറയുക. അറബി മലയാളം വേണമെങ്കിൽ രണ്ടാമത്തെ തൊട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇദൻ യജ്സിയകല്ലാഹു ബിഹിൽ ജന്ന, എങ്കിൽ അള്ളാഹു അതിന് പകരം നിനക്ക് സ്വർഗം നൽകി പ്രതിഫലം നൽകും. ഈ വാക്കുണ്ടായ സന്ദർഭം ഖാലഹൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅബി ദഹ്ദാഹ് ബിശാറത്തൻ ലഹു ബിൽ ജന്ന ഇൻദമാ തസദ്ദഖ ബിഹദീഖതിഹി അല്ലതി ഫീഹാ 600 നഖ്ല. 600 ഈത്തപ്പനകളുള്ള തൻ്റെ തോട്ടം ദാനം ചെയ്തപ്പോൾ അബൂദഹ്ദാഹിന് സ്വർഗം ലഭിക്കുമെന്ന് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്. അപ്പോൾ അതുമായി 5 റബിഹ ബൈഉക, നിങ്ങളുടെ കച്ചവടം ലാഭകരമായിരിക്കുന്നു. ഖാലത്ത് ഹാ ഉമ്മു ദഹ്ദാഹി ലിസൗജിഹാ അബി ദഹ്ദാഹ് റിളൻ വഫറഹൻ ബിഅമലിഹി സ്വാലിഹ് ഹീന അഖറള ഹദീഖതഹു ലില്ലാഹി തആല. അർത്ഥം നോക്കളെ. തൻ്റെ തോട്ടം അള്ളാഹുവിന് കടമായി നൽകിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മത്തിൽ സന്തോഷിച്ചിട്ടും തൃപ്തിപ്പെട്ടും ഉമ്മു ദഹ്ദാഹ് തൻ്റെ ഭർത്താവായ അബൂദഹ്ദാഹിനോട് പറഞ്ഞതാണിത്. ഇനി അവിടെ ലിൽ കിതാബത്തിൽ ഇലാഫിയുണ്ട്, ചേർത്ത് എഴുതാൻ അല്ലേ. നമുക്കൊരു കുറച്ച് ചോദ്യം ഉണ്ടാക്കിയൊരു ഉത്തരം എഴുതി നോക്കാം. അവിടെ സ്ഥലമുണ്ടല്ലോ. മൻ ഹുവ ഹാദ സ്വഹാബിയുൽ ജലീലുൽ മദ്കൂറു ഫിൽ ഖിസ്സ,
ഈ ചരിത്രത്തിൽ പറയപ്പെട്ട മഹാനായ സ്വഹാബി ആരാണ്? അബൂദ്ദഹ്ദാഹ് സാബിത്ത് ബിൻ ദഹ്ദാഹ്. 2 മാദാ ഖാല അബൂദ്ദഹ്ദാഹ് ലമ്മാ നസല ഖൗലുഹു തആല മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന. ആരാണ് അല്ലാഹ്ക്ക് നല്ല കടം കൊടുക്കാൻ തയ്യാറുള്ളവനെന്ന ആയത്തിറങ്ങിയപ്പോൾ അബൂദ്ദഹ്ദാഹ് എന്തേ പറഞ്ഞേ? ഖാല ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ യസ്തഖ്രിദുനാ وهو غني عن القرض فقال النبي صلى الله عليه وسلم نعم يريد أن يدخلكم الجنة به. 3 كم حديقة كانت لأبي الدحداح فماذا فعل بهما. അബൂദ്ദഹ്ദാഹിന് എത്ര ഒട്ടമുണ്ടായിരുന്നു? എന്താണ് അബൂദ്ദഹ്ദാഹ് അതിലൊക്കെ ചെയ്തത്? കാനത്ത് ലഹു ഹദീഖതാനി ഇഹ്ദാഹുമാ ബിസ്സാഫില വൽഉഖറാ ബിൽആലിയ فجعلهما قرضا لله تعالى ثم جعل خيرهما لله وهكذا. അതേ അബൂദ്ദഹ്ദാഹിന് 2 തോട്ടമുണ്ടായിരുന്നു. ഒന്ന് തൈവരയിലും ഒന്ന് മേൽഭാഗത്തും. 2 അല്ലാഹു തആലാക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കടമാക്കി. പിന്നെ റസൂലുള്ളാഹിന്റെ തീരുമാനപ്രകാരം അതിൽ ഏറ്റവും ഖൈറായതിനെ അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിനായി അദ്ദേഹം കടം നൽകി. 4 മാദാ ഖാലത്ത് ഉമ്മു ദഹ്ദാഹി ലിസൗജിഹാ ലമ്മാ നാദാഹാ ബിഅന്നഹു അഖ്റദൽ ഹായിത റബ്ബഹു. ഞാൻ റദ്ദാക്കിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ ആൻസർ. തൻ്റെ തോട്ടം ഞാൻ അള്ളാഹുവിന് വേണ്ടി കടം കൊടുത്തിരിക്കുന്നു എന്ന് അബൂദ്ദഹ്ദാഹ് പറഞ്ഞപ്പോൾ എന്താണ് ഉമ്മു ദഹ്ദാഹ് പറഞ്ഞത്? ഖാലത്ത് റബിഹ വയുക ബാറക്കല്ലാഹു ഫീമഷ്തറൈത. ഇതിൻ്റെ ആൻസർ ആട്ടോ. 5 ബിബശറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദ്ദഹ്ദാഹി ഫി ആഖിരിൽ ഖിസ്സത്തി. ചരിത്രത്തിൻ്റെ അവസാനത്തിൽ എന്ത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദ്ദഹ്ദാഹിന് സന്തോഷം പറഞ്ഞത്? ഖാലൻ നബിയ്യു കം മിൻ അദകിൻ റദാഹ് വദാരിൻ ഫയ്യാഹ് യാ അബൂദ്ദഹ്ദാഹ്. എന്തെങ്ങാനും കൊലച്ചു ഭൂമിയിലേക്ക് അന്ന് വന്ന എത്രങ്ങാനും കുലകളാണ്, എത്രമാത്രം വിശാലമായ വീടുകളാണ് അബൂദ്ദഹ്ദാഹിനുള്ളത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പടച്ച റബ്ബേ, നീ തന്ന തൗഫീഖാണ് അല്ലാഹ്. ഞങ്ങളെ നീ ഇൽമിൻ്റെ വഴിയിലേക്ക് എത്തിച്ചു. അൽഹംദുലില്ലാഹി കസീറാ. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൻ്റെ മിസ്ലി സവാബിനെ ഞങ്ങൾ മരണപ്പെട്ടു പോയ ഉപ്പമാരെ, ഉമ്മമാരെ, ഉസ്താദുമാരെ, മശായിഖ്മാരെ, ഇഷ്ടജനങ്ങളെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവർക്ക് ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് നീ സർവ്വദോഷങ്ങളും പുറത്തു തരണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്കുള്ള എല്ലാ രോഗങ്ങളും അറ്റണേ അല്ലാഹ്. കടങ്ങളെ തൊട്ട് സലാമത്തിൽ ഗണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ഓർമ്മ ശക്തി തരണേ അല്ലാഹ്. നല്ല ബുദ്ധി തരണേ അല്ലാഹ്. എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. ഉമ്മ ഉപ്പാക്ക് ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാഹ്. അവരാദരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഒരൊറ്റ വഖ്ത് നിസ്കാരം നഷ്ടപ്പെടുത്താണ്ട് നിന്നെ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തുണ കൂട്ടണേ അല്ലാഹ്. അല്ലാഹ്, ഈ നശിച്ചു പോകുന്ന ദുന്യാവിന് വേണ്ടി ഓടിയിട്ട് ഞങ്ങളെ പരലോകം നഷ്ടപ്പെടുത്തി ഞങ്ങൾ ആഖിറം വഷളാക്കല്ല റബ്ബേ. ഞങ്ങൾ നരകാവകാശികൾ ആക്കല്ല റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. السلام عليكم.